നമ്മൾ റമദാന്റെ മുന്നേ തന്നെ ഈ ഷോപ്പിംഗ് ഒന്ന് തീർത്ത് നോക്ക്. ഞാൻ നിർബന്ധമായിട്ട് എല്ലാവരോടും പറയല്ല കേട്ടോ. ചിലർക്ക് ആ സമയമാകുമ്പോഴേക്ക് പൈസയൊക്കെ ഒപ്പിച്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ. അതല്ല, ഇപ്പം നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് പെരുന്നാളിന് പുതിയ മോഡൽ ഇറങ്ങും, അപ്പോൾ ആ മോഡൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കാതെ ആ മോഡലിന്റെ കാര്യമൊക്കെ ഒന്ന് വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒക്കെ നോമ്പ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത്, ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഷാളാണെങ്കിലും ഒക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് ആ അവസാനത്തെ പത്തൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് നല്ല റിലാക്സ് ആയിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ആരാധനകളൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ പെരുന്നാളും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം ഡ്രസ്സെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഓൾറെഡി എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ആ റമദാൻ ഫുള്ളായിട്ട്, ആ റമദാൻ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു റാഹത്തുണ്ടല്ലോ, ഈ റമദാൻ എനിക്ക് കിട്ടിയെന്ന് നമുക്ക് സ്വയം തോന്നുന്ന ഒരു ഇത്. ചിലർ പറയും 10-30 നോമ്പ് കഴിഞ്ഞ